Watch India's largest kids library only on Jio Hotstar. Download the app now. നല്ല മണം. ആഹാ മോട്ടു ചേട്ടാ, സമോസ എവിടെങ്കിലും ഓടിപ്പോണുണ്ടോ? ഇപ്പൊ സമാധാനത്തോടെ കഴിക്ക്. അല്ല, ഇതെന്താ ഒരു വ്യത്യസ്തമായ ശബ്ദം? ഇത് എവിടെന്നാ വരുന്നത്? ബോസ്, ഇത് നമ്മൾ സ്പ്രേ ചെയ്തത് കൊണ്ട് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? വല്ല പുകിലോ ആവോ? ഇത് സ്പ്രേ ചെയ്തത് കാരണം മോട്ടു പത്ലുവിന് എത്ര ദേഷ്യം വരുമെന്ന് അറിയാമോ? കണ്ണിൽ കാണുന്ന എല്ലാവരെയും ഇടിച്ച് പഞ്ചറാക്കും അവര്. പിന്നെ മൊത്ത ഫുർഫുറി നഗരം അവരെ ഇട്ട് ചമ്മന്തിയാക്കാം. ജോണാണ് ഡോൺ, ജോണാണ് ഡോൺ, ഡോൺ ഡോൺ. പത്ലു, എനിക്കെന്തോ പെട്ടെന്നൊരു അസ്വസ്ഥത തോന്നുന്നല്ലോ. അതേ മോട്ടു, എനിക്കും എന്തൊക്കെയോ തോന്നുന്നുണ്ട്. കേടുവന്ന സമോസ തന്നിട്ട് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണോ? ഇത്രയും ദേഷ്യപ്പെട്ട് എന്തിനാണ് നിങ്ങൾ എന്നെ നോക്കണേ? തല്ലി കൊല്ലുന്നേ. ആരെങ്കിലും രക്ഷപ്പെടുത്തോ? അയ്യോ, എന്നെ രക്ഷപ്പെടുത്തോ. കുഴപ്പമില്ല പത്ലു, രക്ഷപ്പെട്ട് എവിടെ പോവാനാ? അവനെ വിട്ടേക്ക്. അങ്ങോട്ട് നോക്കൂ, ആ ബോക്സർ വരുന്ന കണ്ടില്ലേ? ഓയ് മോട്ടു പത്ലു, എനിക്ക് ഒരിടത്ത് പോകാനുണ്ട്. ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരിക. നിങ്ങൾ രണ്ടുപേരും എന്റെ കാറൊന്ന് കഴുകി വൃത്തിയാക്കി വെക്ക് കേട്ടാ. ബോക്സർ എന്റെ എടാ മോട്ടു, നീ എന്റെ ബോക്സർ എന്ന് വിളിച്ച ബോക്സർ ചേട്ടാന്നല്ലേ? ഓയ് മോട്ടു പത്ലു, ഞാൻ നിങ്ങൾ രണ്ടുപേരും വെറുതെ വിടൂല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്ര വലിയ അഹങ്കാരമോ? എന്നെ താഴെ ഇറക്ക്, എന്നെ താഴെ ഇറക്കാം. വേണ്ട വേണ്ട വേണ്ട. അയ്യോ അയ്യോ, അടിക്കല്ലേ അടിക്കല്ലേ. നീയാണോ ഇന്ന് മോട്ടുപത്തില് വന്നില്ലേ? അവരുടെ ഇന്ന് വരൂല്ല, ഇന്ന് അവര് അയക്കുന്നേ ഉള്ളൂ. അയ്യോ വേണ്ട, ഇനി എനിക്ക് ഇതിലെ കടി കൊള്ളണ്ട. ഓടിയാലും വിടുന്ന പ്രശ്നമില്ല. ഇന്നത്തോടെ നിങ്ങളുടെ കണക്കൊക്കെ തീർത്തിട്ടേ ഉള്ളൂ ബാക്കി പണി. സാറ്, എനിക്കറിയില്ല മോട്ടു പത്ലൂടെ എന്താ സംഭവിച്ചതെന്ന്. ഇന്ന് അവരെന്നെ തല്ലി തല്ലി ആകാശത്തേക്കല്ലേ പറഞ്ഞു വിട്ടത്. അതിന് മോട്ടു പത്ലൂടെ നിങ്ങളെങ്ങനെ തല്ലാൻ കഴിയും? നിങ്ങളെ അവന്മാരെ തല്ലി ആകാശത്തിലേക്ക് പറപ്പിക്കുന്നത്. ചിങ്കം സാറേ, എല്ലാം ഇപ്പൊ തിരിച്ചാ സംഭവിക്കണേ. അയ്യോ, ആ ബോക്സറിനെ മര്യാദക്ക് ഞങ്ങൾക്ക് വിട്ടു തരൂ. എന്റെ അമ്മോ, ഒള്ളി ചിങ്കം? നോ സർ. മോട്ടു പത്ലു, നിങ്ങൾക്ക് നിയമത്തിനെ കയ്യിലെടുക്കാൻ കഴിയില്ല. ബോക്സറിനെ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ. മോട്ടു, ഈ ചിങ്കം ആ ബോക്സറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ചിങ്കം നമ്മുടെ കൂട്ടുകാരനല്ലേ? എന്നിട്ട് ആ ബോക്സർ സൈഡാണല്ലോ പറയുന്നത്. എന്റെ അമ്മോ, സിംഗം സാർ, നിങ്ങളും ഇന്ന് മോട്ടുപത്തില് വന്നില്ലേ? ഇന്ന് മോട്ടു പത്ലൂടെ ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അവന്മാരെ എല്ലാരും ഇങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. പത്ലു, എന്റെ മനസ്സിൽ എന്തൊക്കെയോ കടന്നു കൂടിയിരിക്കുന്നു. എനിക്ക് എന്താണ് പറ്റിയത്? എനിക്ക് ചെറിയൊരു ഓർമ്മ വരുന്നുണ്ട്. നമ്മള് രണ്ടാളും ചിങ്കം സാറിനെ ഇടിച്ചതുപോലെയാ തോന്നുന്നത്. ബോക്സറേട്ടാ, നമ്മൾ ആകാശത്തിൽ നിന്ന് വന്ന് വീട് വീണ്ടും ബോട്ടും പത്രോന്റെ കയ്യിൽ കൊടുകയല്ലോ. എന്റെ അമ്മോ, നോ.
മോട്ടു പത്ലു ഈ ഇങ്ങനെ വഴക്കുണ്ടാക്കി എന്താണ് പ്രയോജനം? നമ്മളെല്ലാരും കൂട്ടുകാരല്ലേ സുഹൃത്തേ? ബോക്സർ ചേട്ടാ, നിങ്ങൾ പറയുന്നത് ശരിക്കും സത്യമാണ്. നീ എന്നെ ചേട്ടാന്ന് വിളിച്ചാ എന്തേ? അതെ അതെ ബോക്സർ ചേട്ടാ, ഞങ്ങൾക്ക് നല്ലോണം അറിയാം. ഞങ്ങൾ ചിങ്കം സാറിനെയും നിങ്ങളെയും ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ സോറി. ഓയ്, നല്ല കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെത്താനെ ബോധം തെളിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ എന്റെ രീതിയിൽ നിങ്ങൾക്ക് ബോധം തെളിയിക്കാൻ നോക്കുകയായിരുന്നു. ഓയ്, കൊള്ളാം മോട്ടു പത്ലു, നിങ്ങൾക്കിപ്പോ എല്ലാം ഓർമ്മ വന്നിരിക്കുന്നു. നിങ്ങൾ രണ്ടാളും എന്നെ എത്ര തല്ലിന്നറിയോ? ചിങ്കം സാറേ, ഞങ്ങള് രണ്ടുപേരും വേണമെന്ന് പറഞ്ഞ് ചെയ്തതല്ല. ഞങ്ങള് രണ്ടാളും ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചു, പിന്നെ സമൂസ കഴിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഇത്രയും ദേഷ്യം വന്നത്. അതിനുശേഷം പിന്നെ എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയില്ല. അതെ ബോക്സർ ചേട്ടാ. ഓയ്, അപ്പൊ അത്രേ ഉള്ള കാര്യം. എങ്കിൽ ഞാൻ നിങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ ഭാവിയിൽ ഇതുപോലെ ചെയ്താൽ ഞാൻ വെറുതെ വിടൂല. എന്റെ മോട്ടു, നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാൻ എന്ത് പറയാനാ പത്തലു? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? വേഗം ആലോചിക്കൂ. ഐഡിയ, ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോകാം. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു തരും. ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, നീ ആ ബോക്സറിനെ അടിച്ച് പഞ്ചറാക്കി ആകാശത്തിൽ പറത്തി വിട്ടു. അടിപൊളി. ഇത്തരം സീൻ എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടേ തന്നെയാ. പത്ലു, തീർച്ചയായിട്ടും ആ ചായയിലും സമോസയിലും ആരോ എന്തോ കളഞ്ഞിട്ടുണ്ട് കേട്ടാ. പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ, നമ്മളിപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഐഡിയ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും പിന്നെ വന്നാ എന്നെ അടിക്കരുത് കേട്ടാ. നിങ്ങൾ പേടിക്കേണ്ട ചായക്കടക്കാരൻ ചേട്ടാ. ആരോ നമ്മുടെ ചായയിൽ എന്തോ കലർത്തിയിട്ടുണ്ടായിരുന്നു. അവനെ നമുക്ക് പിടിക്കണം. ഇത് കേൾക്ക്, എന്റെ പ്ലാന് കേൾക്ക്. അതെ ചായക്കട ചേട്ടാ, പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യൂല. ചായക്കടക്കാരൻ ചേട്ടാ, ഇപ്പൊ എന്തായാലും നല്ലൊരു ചായ ഇങ്ങോട്ട് എടുത്തോളൂ. പിന്നെ മോട്ടൂന് സമോസയും എടുത്തോളൂ. മോട്ടു പത്ലു ഇപ്പൊ വീണ്ടും ചായക്കടയിലേക്ക് വന്നിട്ടുണ്ട്. നമ്പർ 1, നമ്പർ 2 റെഡി ആയിട്ടിരിക്കോ? ചേട്ടാ മോട്ടു പത്ലു എന്റെ ചങ്ക എന്റെ ബ്രോ, ജോൺ നിങ്ങളുടെ സമോസയിൽ എന്തോ കലർത്തിയിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല ജോൺ ആ മരത്തിന് പുറകിൽ ഒളിഞ്ഞിട്ടുണ്ട്. അതെ. ചായക്കട ചേട്ടാ, നിങ്ങൾ എന്തിനാ ഇത്രയും വൃത്തികെട്ട സമോസകൾ ഉണ്ടാക്കി വെച്ചത്? നല്ല സമോസകളൊന്നും നിങ്ങൾ ഉണ്ടാക്കൂലേ? അതേ മോട്ടു, ചായക്കും ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്റെ നാക്കൊക്കെ തരിച്ചു പോയി. ഞാൻ ഈ ചായക്കടക്കാരൻ ചേട്ടനെ വെറുതെ വിടില്ല. എടാ മോട്ടു പത്ലു, പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭ്രാന്ത് പിടിച്ചോ? മോട്ടുവിന് സമോസ എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമല്ലേ? പക്ഷെ ഇന്ന് അവർ കഴിക്കാൻ പോകുന്ന സമോസയിൽ അവർക്ക് കിട്ടാൻ പോകുന്നത് പ്രശ്നമായിരിക്കും. കാസിറ്റാറാം, ചിങ്കം സാർ എല്ലാവരും അവരെ പുകഴ്ന്നു കൊണ്ടല്ലേ ഇരിക്കുന്നത്. മോട്ടുവും പത്ലുവും അവരുടെ കൂട്ടുകാരെ തന്നെ ഇടിച്ച് പഞ്ചറാക്കാൻ പോവാണ്. ഞങ്ങളതാ എത്തി. എന്റെ അമ്മോ, ഞങ്ങളൊന്ന് വേഗം രക്ഷിക്കണം. മോട്ടു പത്ലു ഭയങ്കര ദേഷ്യത്തിലാണ് അങ്ങോട്ട് വരുന്നത്. അവര് ഞങ്ങളെ ഒരുപാട് തല്ലി. ജോൺ, വഴിന്ന് മാറി നിൽക്ക്. ഇന്ന് ഞാൻ നിന്നോട് എല്ലാ കണക്കുകളും തീർക്കാനാണ് വന്നിരിക്കുന്നത്. പത്ലു, എന്നെ ഇവിടെ വേണ്ട. അയ്യോ പ്ലീസ്, എന്നെ രക്ഷിക്കണേ. അയ്യോ
ജോണേ, സ്പ്രേ അടിക്കാത്ത സമൂസയിലും ചായയിലും ഞങ്ങൾക്കാണെങ്കിൽ ഒരു ടേസ്റ്റും കിട്ടുന്നില്ല. നിന്റെ കയ്യിൽ ആ സ്പ്രേ കുറച്ചുകൂടി ഇരിപ്പുണ്ടോ? ഞങ്ങൾ കുടിക്കാൻ പോകുന്ന ചായയിലും സമൂസയിലും അതൊന്ന് സ്പ്രേ ചെയ്ത് അടിച്ച് തിന്നിട്ട് വേണം നിന്നെ കുറച്ചുകൂടെ അടിക്കാൻ. എന്താ? സാർ, ഇവര് ചെയ്യുന്നത് ചീറ്റിംഗ് ആണ്. ഇവരെ മാത്രം ആരും ഒന്നും പറയുന്നില്ല, പക്ഷേ എന്നെ മാത്രം എല്ലാരും മേടിച്ച് പഞ്ചറാക്കാണ്. Watch India's largest kids library only on Geo Hotstar. Download the app now.